പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എന്റെ പേര് രേഖ രതീഷ്. ഞാൻ മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷിയില്ലാതെയാകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. സിനിമ സീരിയൽ രംഗത്ത് ഇപ്പോഴും വർഷങ്ങളായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേഖ രതീഷ്. മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. പരസ്പരം എന്ന ഒരൊറ്റ സീരിയൽ മതി രേഖ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയാൻ. അത്രമാത്രം ജനപ്രീതി നേടിയ പരമ്പരത്തിൽ ശക്തമായ പത്മാവതി എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് സീരിയൽ ലോകത്ത് തന്റേതായ സ്ഥാനം ഇടം നേടിയത്. പക്ഷേ രേഖ രതീഷ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളടക്കം ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. താനിപ്പോൾ മാനസിക സമ്മർദ്ദത്തിലാണെന്നും വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ദയവായി എന്നെ രക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്ന തരത്തിലാണ് രേഖ രതീഷ് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2-3 മാസമായി ഒരു കൂട്ടം ആളുകൾ തന്നെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പലരും വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. തന്നെ പോലെ ഇൻഡസ്ട്രിയിലുള്ള പലരും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിൽ നിന്നെല്ലാം തങ്ങളെ രക്ഷിക്കണമെന്നും തൊഴുകൈയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോടായി രേഖ അപേക്ഷിക്കുന്നത്. തനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട്. കഴിഞ്ഞ 7-8-9 മാസങ്ങളായി ജോലിയില്ലാതെ എന്റെ ഫ്ളാറ്റിൽ തന്നെ കഴിയുകയാണ് താൻ. 2-3 മാസമായി ഒരു കൂട്ടം ആളുകൾ തന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻ കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീയാണ് താനിപ്പോൾ, അതും എന്റെ മകന് വേണ്ടി. പക്ഷേ ഈ പറയുന്ന യൂട്യൂബേഴ്സ് കാരണം തനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ദയവായി രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറകണ്ണോടുകൂടിയാണ് രേഖ രതീഷ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. രേഖ പറയുന്നത് 100% ശരിയാണെന്നും ഒരുപാട് പേരാണ് രേഖയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് എന്നുള്ള കമന്റുകളും രേഖയ്ക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്.